കുറ്റാന്വേഷണ രംഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നാണ് പുനലൂരിൽ റബ്ബർ മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ കാര്യം. അത് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. പല തരത്തിലുള്ള സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം എല്ലാ സാധ്യതകളും പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ പുനലൂരിനടുത്ത് തന്നെ ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധി, വളരെ അകലെയല്ലാത്ത സ്ഥലങ്ങളാണ് പുനലൂരും ഏരൂരും. അവിടെ ഭാരതിപുരം എന്ന സ്ഥലം, അവിടെ ഒരു തിരോധാനവും പിന്നീട് അത് കൊലപാതകമെന്ന് കണ്ടെത്തുകയും ചെയ്ത സംഭവമുണ്ടായിട്ടുണ്ട്. 2018 തിരോധാനം നടക്കുന്നത്. ഈ ഭാരതിപുരത്ത് ഒരു കുന്നിൻ മുകളിൽ ഒറ്റയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു വീട്. ആ വീട്ടിലുള്ളത് പ്രായമായ ഒരു അമ്മയും 2 ആൺമക്കളും. ഒരാൾ ഷാജി പീറ്റർ, മറ്റേയാൾ സജിൻ പീറ്റർ. ഇതിൽ ഷാജി പീറ്ററാണ് മൂത്ത സഹോദരൻ, സജിൻ ഇളയാളാണ്, അമ്മ പൊന്നമ്മ. ഈ 3 പേർ ഉള്ള ഒരു വീട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പുനലൂരിലെ കേസ് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെയാണ്. വളരെ ദുർഘടം പിടിച്ച വഴിയിലൂടെ മുകളിലെത്തണം. ഇപ്പോൾ ഈ മൃതദേഹം കണ്ട അത്ര പ്രയാസമില്ല, എങ്കിലും ഒരു കുന്നിൻ പ്രദേശമാണ്. ആ കുന്നിൻ്റെ മുകളിൽ എത്തിയാൽ, കുന്ന് കയറി തുടങ്ങുമ്പോൾ 1-2 വീടുകൾ അതിൻ്റെ താഴ്വാരത്തുണ്ട്. പിന്നീട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇടതുവശത്ത് ഒരു ചെറിയ പള്ളിയുണ്ട്, ചർച്ച്. കാരണം ആ പള്ളി ചെറുതെന്ന് പറയാൻ കാരണം അങ്ങനെ വലിയ തോതിൽ ആൾവാസമുള്ളൊരു പ്രദേശമല്ല. ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന തരത്തിലുള്ള ഒരു ചെറിയ പള്ളിയാണ്. ഈ പള്ളി കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറ്റം കയറി ചെന്ന് പിന്നെ ഒന്ന് നിരന്ന സ്ഥലത്തു കൂടി സഞ്ചരിച്ച് ഒരല്പം ചരിവിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിലേക്ക് വീണ്ടും ഈ ചെടികൾക്കിടയിലൂടെയും റബ്ബർ തോട്ടത്തിനിടയിലൂടെയും സഞ്ചരിച്ച് വേണം നമുക്ക് ഈ വീട്ടിലെത്താൻ. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 3 പേരാണ് ആ വീട്ടിലുള്ളതെങ്കിലും ഷാജി പീറ്റർ വിവാഹിതനല്ല. അതായത് ഈ മൂത്ത സഹോദരൻ വിവാഹിതനല്ല. സജിൻ പീറ്റർ വിവാഹിതനാണ്. ഭാര്യയുമായി മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ തുടർച്ചയായി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലേക്ക് വരാറുണ്ട്. സജിയും അതോടൊപ്പം തന്നെ ഷാജി സ്ഥിരമായി ഈ വീട്ടിൽ തന്നെയാണ്. കാരണം വിവാഹിതനല്ല. എങ്കിൽ തന്നെയും സ്ഥിരമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം പലപ്പോഴും സുഹൃത്തുക്കളുമായൊക്കെ പുറത്തേക്ക് പോയാൽ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ദൂര സ്ഥലത്ത് ഏതെങ്കിലും പണിക്ക് പോയാൽ, ജോലിക്കൊക്കെ പോയാൽ പിന്നെ വല്ലപ്പോഴുമായിരിക്കും ഈ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ നാട്ടിലുണ്ടെങ്കിൽ സ്ഥിരമായി അമ്മയുടെ അടുത്ത് വരും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അമ്മയ്ക്ക് ഈ വീട്ടിലെ ചിലവിനാവശ്യമായ പണം കുറച്ച് കൂടുതൽ കൊടുക്കുന്നത് ഷാജി പീറ്ററാണ്. കാരണം ഷാജി വിവാഹിതനല്ല. അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യുന്ന പണമൊക്കെ അമ്മയ്ക്ക് കൊണ്ട് കൃത്യമായി കയ്യിൽ കൊടുക്കാറുണ്ട്. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഷാജിയുടെ ഒരു മേൽനോട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഷാജിക്കൊരു പ്രശ്നമുണ്ട്. ഷാജി നിരന്തരം മദ്യപിക്കുന്ന ആളാണ്, സ്ഥിരം മദ്യപാനിയാണ്. ഈ പുറത്തുപോയി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പല കേസുകളിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അടിപിടി കേസുകളുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടിയുള്ള ഒരാളാണ്. എന്നാൽ കൊടും ക്രിമിനലല്ല. എന്നാൽ ഈ അടിപിടി കേസ് നാട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഷാജി വീട്ടിലെത്തിയാൽ, ഷാജിയെ നാട്ടിൽ അറിയപ്പെടുന്നത് തന്നെ കരടി ഷാജി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രകൃതവും സ്വഭാവമൊക്കെയാണ്. അപ്പോൾ ഈ കരടി ഷാജി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആ ഒരു ദേഷ്യവും നിരാശയും ഒക്കെ തീർക്കുന്നത് വീട്ടിലാണ്. അതായത് അമ്മയെ മർദ്ദിക്കുക, അമ്മയെ ക്രൂരമായി മർദ്ദിക്കും, അമ്മയെ അസഭ്യം പറയുക. പക്ഷേ ഈ നിലവിളിച്ചാൽ പോലും പരിസര പ്രദേശങ്ങളിലൊന്നും മറ്റ് വീടുകളൊന്നുമില്ല. ഇവരെ സഹായിക്കാൻ ഓടിയെത്താൻ മറ്റാരുമില്ല. ഇനി ആരെങ്കിലും കേട്ടാൽ തന്നെ ആ വീട്ടിലേക്ക് അങ്ങനെ വരില്ല. കാരണം ഇവരുടെ ഒരു 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 രീതി അനുസരിച്ച്, പ്രത്യേകിച്ച് ഈ കരടി ഷാജിയുടെ ഒരു രീതി അനുസരിച്ച് ഇയാൾ ആക്രമിക്കുമെന്നുള്ള ഭയമുണ്ട്, അല്ലെങ്കിൽ അവരെ അസഭ്യം പറയുമെന്നൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവിൽ അങ്ങനെ ആരും വരാറില്ല. സ്ഥിരമായി അവിടെ ഇങ്ങനെ ബഹളമൊക്കെ നടക്കുന്നതാണ്. പക്ഷേ പിറ്റേന്നാകുമ്പോൾ ഈ സ്വിച്ചിട്ടതുപോലെയാണ് കരടി ഷാജിയുടെ സ്വഭാവം മാറുന്നത്. പിറ്റേന്നാകുമ്പോൾ അമ്മയോട് വലിയ സ്നേഹം കാണിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഈ മർദ്ദനത്തിലൊക്കെ വലിയ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ ഒരു കുറ്റബോധമുണ്ടാകുന്നു. ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയിട്ട് ധാരാളം പൈസ കൊണ്ടുവന്ന് അമ്മയ്ക്ക് വീണ്ടും കൊടുക്കുന്നു. കാരണം അങ്ങനെ അമ്മയെ സ്നേഹിക്കുകയും എന്നാൽ മദ്യപിക്കുമ്പോൾ സമനില തെറ്റി അമ്മയെ മർദ്ദിക്കുകയും അമ്മയെ അസഭ്യം പറയുകയും നിയന്ത്രണം വിട്ട് പെരുമാറുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈ കരടി ഷാജി. സജിനാകട്ടെ അങ്ങനെ ഒരു അക്രമകാരിയൊന്നുമല്ല. മദ്യപിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ വരുന്നു, ചെറിയ കാശെന്തെങ്കിലും കൊടുക്കുന്നു. കാരണം കുടുംബമായി ജീവിക്കുന്ന ആളാണ്. ഈ കുട്ടിയും കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ തുക അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഇങ്ങനെ വന്നു പോയി നിൽക്കുന്നു. പക്ഷേ അമ്മയെ ജ്യേഷ്ഠൻ മർദ്ദിക്കുന്നതിൽ സജിൻ പീറ്റർക്ക് വലിയ അമർഷമുണ്ട്. കാരണം പ്രായം ചെന്ന അമ്മയെ
ഇങ്ങനെ നിരന്തരം മർദ്ദിക്കുന്നു എന്നുള്ളത് ഇയാളുടെ മനസ്സിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നു. ഈ അമ്മയ്ക്കും ഒരു പരിധി കഴിഞ്ഞപ്പോൾ നിരന്തരം ഈ മർദ്ദനം ഏൽക്കുന്നു എന്നത് വലിയ പ്രയാസമായി. ഇളയ മകനോട് അതിൻ്റെ ഒരു ദുഃഖമൊക്കെ പറയുന്നു. ഒരു ദിവസം കരടി ഷാജിയെ കാണുന്നില്ല. 2018 ഓണക്കാലത്താണ് ഷാജിയെ കാണാതാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവർ തമ്മിലുള്ള വാക്കുതർക്കമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അമ്മയെ തല്ലുന്നതിൽ പിന്നീട് പശ്ചാത്തപിക്കുന്ന ഒരു പ്രകൃതമുള്ള മകനാണ്. അതുകൊണ്ടും ദൂരസ്ഥലത്ത് ജോലിക്ക് പോകുന്ന ആളായതുകൊണ്ടും ഒരുപക്ഷെ വീട്ടിൽ പറയാതെ ദൂരെ ജോലിക്ക് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വീട് വിട്ട് പോയിട്ടുണ്ടാകാം എന്നൊക്കെ കരുതുന്നു. ഇതിലൊരു കേസ് ഉണ്ടാകുന്നില്ല, നാട്ടുകാർ പരാതിപ്പെടുന്നില്ല. പക്ഷേ പോലീസിന് ചില സംശയങ്ങൾ, ആ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ചില സംശയങ്ങൾ ഉണ്ടാകുകയും ആദ്യം ഈ ഒരു ഘട്ടത്തിൽ, ആദ്യത്തിൻ്റെ ഒരു പ്രാഥമികമായ ഘട്ടത്തിൽ ചില അന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ മറ്റ് പരാതികളോ അസ്വാഭാവികതയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കേസിന് മേൽ വലിയൊരു അന്വേഷണം ഉണ്ടായില്ല. അതങ്ങനെ കാര്യങ്ങൾ കടന്നു പോവുകയാണ്. 2021 ഏപ്രിൽ മാസം, അപ്പോൾ 18 തിരോധാനം കഴിഞ്ഞ് 21 ആയിട്ടും ഷാജി തിരികെ വന്നിട്ടില്ല. ആ ഒരു സമയത്ത് സജിൻ്റെ ഒരു ബന്ധു, മറ്റൊരു യുവാവ് സജിനുമായി ഈ വീട്ടിലേക്ക് വരികയാണ്. പൊന്നമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നു. ഇവർ രാത്രി അവിടെ തങ്ങുന്നു. ഈ സുഹൃത്തും സജിനും തങ്ങുന്നു. പിറ്റേന്ന് രാവിലെ സുഹൃത്ത് മുറ്റത്തിരുന്ന്, അതായത് ഒരു ചെറിയ വീടാണ്, അതിന് അടുത്തൊരു കിണറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ പരിസരത്ത് വേറെ ഒരു വീടുമില്ല. അപ്പോൾ ഇയാൾ അവിടെ ഇരുന്ന് പല്ല് തേക്കുകയാണ് രാവിലെ. അപ്പം അമ്മയും മകനുമായി എന്തോ ചെറിയൊരു വാക്ക് തർക്കം, ഈ ഇളയ മകനും അമ്മ പൊന്നമ്മയുമായി ചെറിയ വാക്ക് തർക്കം വീട്ടിനകത്തുണ്ടാകുന്നു. പെട്ടെന്ന് ഈ അമ്മ പറയുകയാണ്, എൻ്റെ മകനെ ഇല്ലാതാക്കിയത് നീയാണ്, നീയല്ലേ കുഴിച്ചു മൂടിയത് അവനെ. അവൻ ഇല്ലാതായതോടുകൂടി എൻ്റെ വരുമാനം നിലച്ചു. എനിക്കിപ്പോൾ വീട്ടു ചിലവിന് പോലും കാശ് തരാൻ ആളില്ല. ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? ഈ പ്രായം ആയ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അതായത് ഈ അമ്മ ഒരു ഘട്ടത്തിൽ മറ്റേ മൂത്ത മകൻ്റെ മർദ്ദനത്തിൽ ഒരു മാനസിക പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ മകനിലൂടെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാനമുണ്ട്. ആ വരുമാനം നിലച്ചതോടുകൂടി ഈ അമ്മ കൂടുതൽ പ്രതിസന്ധിയിലായി. കാരണം അവർക്ക് ദൈനംദിന ചിലവുകൾക്കുള്ള തുക കിട്ടുന്നില്ല. ഈ ഇളയ മകനാകട്ടെ അങ്ങനെ പണം കൊടുക്കുന്നുമില്ല. ഈ പല്ല് തേച്ചിരുന്ന സുഹൃത്ത് ഇത് കേട്ട് ഞെട്ടി. ഈ കുഴിച്ചുമൂടി എന്നുള്ളത് ഇവരുടെ അടുത്ത ബന്ധുവാണ്. അയാളും ഈ കരടി ഷാജിയുമായിട്ട് വളരെ ആത്മബന്ധമുള്ളൊരു സുഹൃത്താണ് ഈ ഇരിക്കുന്നത്. അനുജനുമായിട്ടും സൗഹൃദമുണ്ടെങ്കിലും കരടി ഷാജിയുമായിട്ടാണ് ഇയാൾക്ക് കൂടുതൽ ബന്ധം. ഇയാൾ ഞെട്ടി. ഇയാൾ ഈ വിവരം പോലീസിനെ അറിയിച്ചു. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടു, അമ്മയുടെ ഭാഗത്തു നിന്നാണ്, പൊന്നമ്മയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വിവരം കേട്ടു എന്ന് ഈ ഇവരുടെ ബന്ധുവായ ആൾ, സുഹൃത്ത് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് വരുന്നു. സജിൻ പീറ്ററെ വിശദമായി ചോദ്യം ചെയ്യുന്നു. സജിൻ പീറ്റർ ഒന്നും മിണ്ടുന്നില്ല. ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് നൽകുന്നത്. അമ്മയെ വിളിച്ച് ചോദ്യം ചെയ്തു. അമ്മ കാര്യങ്ങളെല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞു. അതായത് ഈ 2018 ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി, ഓണക്കാലമാണ്, ഇവർ ഒരുമിച്ച് വീട്ടിലുണ്ടായിരുന്നു. രണ്ടുപേരും മദ്യപിച്ചിരുന്നു. അമ്മയെ തല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുതർക്കമുണ്ടായി. ഈ ഇളയ സഹോദരൻ സജിൻ പീറ്റർ കമ്പി വടി കൊണ്ട് ഈ ഷാജി പീറ്ററെ തലയിൽ അടിച്ചു. തുടർച്ചയായി ഉള്ള മർദ്ദനത്തിൽ കരടി ഷാജി മരിച്ചു. അപ്പോൾ തന്നെ സജിൻ അന്ന് രാത്രി തന്നെ ഈ വീടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് വലിയൊരു കുഴിയെടുത്ത് ആ കുഴിക്കുള്ളിൽ ഈ മൃതദേഹവും കമ്പിയും എല്ലാം നിക്ഷേപിച്ചു. എന്നിട്ട് ഈ കുഴി മൂടി എന്ന് മാത്രമല്ല, അടുത്ത ചില ദിവസങ്ങളിലായി അവിടെ ഈ സിമൻറ്റും മെറ്റലുമൊക്കെ കൊണ്ടുവന്ന് ഈ കുഴിയുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ഇട്ട് മൂടി. നമ്മൾ ഈ ദൃശ്യം സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ്. കോൺക്രീറ്റ് ഇട്ട് അത് മൂടിയതിന് ശേഷം ഏതാണ്ട് 2 അടി ഉയരത്തിൽ അതിന് മുകളിൽ സാധാരണ അവിടെയുള്ള മലമണ്ണ്, ആ പ്രദേശത്തെ മണ്ണ്, അത് വെട്ടി ഈ കോൺക്രീറ്റിന് മുകളിലിട്ടു. അതായത് ആരെങ്കിലും വന്നാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ അവിടെ എങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയില്ല. മാത്രവുമല്ല ഈ ഇട്ട മണ്ണിന് മുകളിൽ ചെറിയ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു സാധാരണ ഒരു 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 നിരപ്പായ സ്ഥലം, ആ നിലയ്ക്ക് ആ സ്ഥലത്തിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. ഏരൂർ പോലീസ് വരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വട്ടപ്പാറ SHO ആണ് അന്ന് ഏരൂരിലെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹമാണ് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വരുന്നു. പിന്നീട് DYSP വരുന്നു, SP വരുന്നു. അങ്ങനെ വലിയ പോലീസിൻ്റെ വലിയൊരു പട വരുന്നു. ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥർ, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ തന്നെ വരുന്നു.
അങ്ങനെ ഈ കോൺക്രീറ്റ് പാളി തുറക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ മാധ്യമപ്രവർത്തകനാണ്, ഞങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ ഉണ്ട്. ഈ പാളി തുറക്കുന്ന സമയത്ത് അതിനകത്തു നിന്ന് അസ്ഥികൂടവും ഈ കമ്പിപ്പാരയും എല്ലാം കൃത്യമായി കിട്ടുന്നു. അതായത് ഈ വീടിനോട് ചേർന്ന് തന്നെ സഹോദരനെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുകയായിരുന്നു. ഈ വർഷങ്ങൾ 3 വർഷം കഴിയുമ്പോഴാണ് ഈ കേസിലെ വസ്തുത പുറത്തു വരുന്നത്. ഇതെല്ലാം പുറത്തെടുക്കുന്നു. പിന്നീട് DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റ് ശാസ്ത്രീയ പരിശോധന ഇതെല്ലാം നടത്തി അമ്മയും ഇളയ മകനും ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നു. അങ്ങനെ വലിയൊരു കുറ്റകൃത്യം, ഒരിക്കലും കണ്ടെത്താതെ പോകുമായിരുന്ന ഒരു കുറ്റകൃത്യം അമ്മയുടെ നാവിൽ നിന്ന് വീണ ഒരു വാക്കിലൂടെ, ഒരുപക്ഷെ ആ മൊഴി, ആ വാക്കുകൾ മറ്റൊരാൾ കേട്ടില്ലായിരുന്നെങ്കിൽ പിന്നെയും ഈ കേസിന് തുമ്പുണ്ടാകുമായിരുന്നില്ല. കരടി ഷാജി എവിടേക്കോ പോയി എന്ന ഒരു പ്രതീതി ജനങ്ങളിൽ ഉണ്ടായിരുന്നത് അതേപടി നിലനിൽക്കുമായിരുന്നു. ഒരിക്കലും കരടി ഷാജി തിരിച്ചു വരുമായിരുന്നില്ല. പക്ഷേ എവിടെ എന്നറിയാതെ സാധാരണ നിലയിൽ ഒരു തിരോധാന കേസായി മാറുകയും ചെയ്യും. പുനലൂരിലെ കേസ് നമ്മൾ ഇതുമായി താരതമ്യം ചെയ്യുന്നത് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത, അവിടെ മൃതദേഹം ചങ്ങല കൊണ്ട് കെട്ടിയിരുന്നത്, അതിന് മുകളിൽ ഒരാളെ എത്തിച്ചത് ഒക്കെ തന്നെ പലതുമായും സാമ്യം. തിരോധാനം, ആ പുനലൂരിൽ മരിച്ച ആൾ ആരെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇവിടെ ഷാജിയുടെ കേസെടുക്കുമ്പോഴും ഷാജിയുടെ ഒരു തിരോധാനമായിരുന്നു എന്ന് പറയുമ്പോഴും ഷാജി എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ ഏരൂരിലും പുനലൂരിലുമായി നടന്ന 2 സംഭവങ്ങൾ. പുനലൂരിൽ ഇപ്പോഴും അന്വേഷണം നടക്കുന്നു. ഏരൂരിൽ 3 വർഷത്തിന് ശേഷം പ്രതികളെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ഏതായിരുന്നാലും പുനലൂരിലും വൈകാതെ തന്നെ പ്രതികൾ വലയിലാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം.